പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഇപ്പോൾ അനന്തപുരിയിൽ നടന്നു കഴിഞ്ഞു. ഇനി ഒരേ ഒരു കാര്യം മാത്രം നടന്നാൽ മാത്രം മതി. ദേവയാനി തന്റെ മരുമകളായ നയനെ അംഗീകരിച്ചാൽ മതി, നയനെ വിശ്വസിച്ചാൽ മതി, നയനെ മനസ്സിലാക്കിയാൽ മാത്രം മതി ഈ പ്രശ്നങ്ങൾക്ക് ഒരു അന്ത്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അനാമികയുടെ എല്ലാ മുഖമുടിയും വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ആ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. പക്ഷേ ഇനി എന്ത് സംഭവിക്കാം? ഇനി ദേവയാനി നയനെ മനസ്സിലാക്കുമോ ഇല്ലയോ? ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് ഇപ്പോൾ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അനാമികയുടെ ചതി ഇതുവരെയും പുറത്തായിട്ടില്ല. അനാമിക ആരാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ചെറിയ ചെറിയ സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അതുകൊണ്ടും അനാമികയ്ക്കെതിരെ പ്രയോഗിക്കാത്തത് തൻ്റെ അനിയനാണ്, അല്ലെങ്കിൽ അനാമികയുടെ ഭർത്താവായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഒരു പ്രശ്നവും അവർക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ആദർശാണെങ്കിലും നയനയാണെങ്കിലും അനാമികയ്ക്കെതിരെ പ്രവർത്തിക്കാത്തത്. എന്നാൽ ഇന്ന് നയനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആദർശ് ശ്രമിക്കുന്നുണ്ട്. ദേവയാനിയെ നോക്കാൻ വേണ്ടിയിട്ട് ആദർശ് വരുമ്പോൾ പോലും അവിടെ ദേവയാനി ആദർശിനോട് മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നയനെ പ്രഗ്നന്റ് ആണോ, അതുകൊണ്ടാണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? പിന്നെ നയനയ്ക്ക് നീ ഒരു വീട് എടുത്തു കൊടുത്തില്ലേ, ആ വീട് യഥാർത്ഥത്തിൽ വാങ്ങിച്ചു കൊടുത്തതാണോ, അതോ ഇനി വാടക വീടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കലും നയന പ്രഗ്നന്റ് അല്ല, അവൾക്ക് വയ്യാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. പിന്നെ നയനയ്ക്ക് ഞാൻ വീടെടുത്ത് കൊടുത്തു, പക്ഷെ അത് വീട് വാടകയ്ക്കാണമ്മേ, വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാനായിട്ട് ദേവയാനി ശ്രമിക്കുന്നില്ല. ഇതെല്ലാം കേട്ടോണ്ട് മുത്തശ്ശൻ റൂമിലോട്ട് വരികയും ഇത് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആദർശ് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഒരിക്കലും നയനയ്ക്ക് ഇപ്പോൾ വീട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, ആ വീട് വാടകയ്ക്കാണെന്നും, എന്നാൽ ഉടൻ തന്നെ ആ വീട് ഞാൻ നയനയ്ക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കും, അത്രത്തോളം എനിക്ക് ആ വീട് ഇഷ്ടപ്പെട്ടു. പിന്നെ നയന ഗർഭിണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നയനയും ആദർശനെയും ഒന്നിച്ച് ജീവിക്കാനായിട്ട് നീ സമ്മതിച്ചിട്ടില്ല, അതിനുള്ള തിരിച്ചടികളാണ് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും നയനെ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ദേവയാനി എപ്പോഴും ചോദിക്കുന്നത് പോലെ ചോദിച്ചു. പക്ഷേ ഒരിക്കലും നയനയുടെ നന്മ എന്താണെന്ന് നീ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് തന്നെ നീ നയനയ്ക്ക് അരികിലേക്ക് എത്തും എന്നൊക്കെ മുത്തശ്ശനും ആദർശും പറഞ്ഞു. കൂടാതെ നയനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ ദേവയാനിയുടെ ചെവിയിൽ വേദം ഓതുന്നത് പോലെ മുത്തശ്ശനും ആദർശും ഒരുപോലെ പറഞ്ഞു. ഈ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക ജ്യൂസുമായിട്ട് റൂമിലോട്ട് എത്തിയത്. എന്നിട്ട് ദേവയാനിയോട് ഭയങ്കരമായിട്ട് സ്നേഹമുള്ളതുപോലെ വല്യമേ ജ്യൂസ് കുടിക്കുന്നൊക്കെ പറഞ്ഞ് എണീപ്പിച്ച് പതുക്കെ ഇരുത്തി ജ്യൂസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ കണ്ടോ, എൻ്റെ മരുമകൾ എന്ന് പറയുമ്പോൾ ഇവളാണ് എൻ്റെ മരുമകള്. അനാമിക മോള് വരുമ്പോഴാണ് എനിക്ക് ഒരു മരുമകൾ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ പോലും എനിക്ക് ഉണ്ടാകുന്നത് എന്നൊക്കെ ദേവയാനി പറയുകയും, എന്നാൽ ഇതെല്ലാം കേട്ട ഉടനെ തന്നെ നയനെ വല്യമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ മുത്തശ്ശനും ആദർശേട്ടനും വല്യമ്മയോട് പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയനെ കുറ്റപ്പെടുത്താനായിട്ട് അനാമികയും ശ്രമിച്ചു. എന്നാൽ അനാമികയുടെ വായടപ്പിക്കുന്ന രീതിയിൽ മുത്തശ്ശനും ആദർശനും നല്ല മറുപടി കൊടുത്തു. അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് കാര്യങ്ങളൊന്നും ഞങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല, നീ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അവിടെയും നയനെ കുറ്റപ്പെടുത്തുമ്പോഴും ആദർശ് പ്രത്യേകിച്ച് നയനെ സപ്പോർട്ട് ചെയ്യാനും മൂർത്തിയാണെങ്കിൽ പോലും നയനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും നയനയുടെ നന്മയൊന്നും നിങ്ങൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ തിരിച്ചറിയുന്നത് വരെ നിങ്ങൾക്ക് അതിന്റെ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും അവിടെ നടക്കുന്ന ഓരോ നിമിഷവും നടക്കുന്ന കാര്യങ്ങളും അനാമിക തന്റെ അമ്മയെ വിളിച്ച് പറയാറുണ്ട്. അതുപോലെ പുറത്തിറങ്ങിയിട്ട് അനാമിക രേവതിയെ വിളിച്ച് പറയുകയും, എന്നിട്ട് ഇതുവരെയും ഞാൻ സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് പാല് പോലും എടുത്ത് കുടിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടുത്തെ വല്യമ്മ എന്ന് പറഞ്ഞ് നടക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ചായയും പാലും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു കൊടുക്കുകയും അവരുടെ കാര്യങ്ങൾ ഓരോന്നും നോക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു എന്നൊക്കെ പറയുമ്പോഴും നിന്നെ ഇപ്പോൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദേവയാനി. നീ ഇത്രയും അവരെ ഒരുപാട് സ്നേഹിച്ചാൽ മാത്രമേ നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുവാണ് രേവതി ഇപ്പോഴും. ഈ സമയം ഈ സംഭവങ്ങളൊക്കെ അനന്തപുരിയിൽ നടക്കുവാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ അബിക്കെതിരെയുള്ള വലിയൊരു ബ്രഹ്മാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുവാണ്. അബിയെ പൂട്ടാനായിട്ടുള്ള ബ്രഹ്മാസ്ത്രം തന്നെയാണ് നവ്യയുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. ഉടനെ തന്നെ അബിക്ക് വോയിസ് മെസ്സേജ് ഇട്ടു, നീ ഇന്ന് വരുമ്പോൾ എനിക്കൊരു സ്വർണ്ണ മോതിരം വാങ്ങിച്ചുകൊണ്ട് വരണം, അത് 2 പവൻ വേണം എന്ന് നവ്യ അബിക്കൊരു വോയിസ് ഇട്ടു. പക്ഷെ നിനക്ക് സ്വർണ്ണ മോതിരമല്ല ഡയമണ്ട് വാങ്ങിച്ചുകൊണ്ട് തരും എന്ന് പറഞ്ഞുകൊണ്ട് അബി ദേഷ്യത്തോടുകൂടി സംസാരിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ അബി ഇനി തന്നിൽ വഴങ്ങത്തില്ല എന്ന് മനസ്സിലാക്കിയ നവ്യ ആ ഒരു വീഡിയോ, അബി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ
അബിക്ക് എടുത്ത് അയച്ചു കൊടുത്തു. അതിനുശേഷം നീ ഈ വീഡിയോ കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നവ്യ വോയിസ് ഇട്ടത്. അബി കണ്ടു. ഉടനെ തന്നെ നവ്യ വിളിച്ചതിന് ശേഷം നീ എങ്ങനെ നിനക്ക് എങ്ങനെ വീഡിയോ കിട്ടി, എന്നാൽ ആ വീഡിയോ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് നീ ഇപ്പോൾ അറിയണ്ട, എന്നാൽ ഈ വീഡിയോ ഞാൻ മറ്റുള്ളവരെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്കായിരിക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും നിനക്കെതിരെ തിരിയും, അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ നവ്യയുടെ ഭീഷണിയിൽ വഴങ്ങി അബി സ്വർണ്ണമോതിരം വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. നിന്റെ അമ്മ സ്വർണം മോഷ്ടിക്കുന്ന വീഡിയോയും കൂടി എൻ്റെ കയ്യിലുണ്ട്, അപ്പൊ അതും ഞാൻ മറ്റുള്ളവരെ കാണിക്കും, നിന്റെ അമ്മയെ ഞാൻ തളച്ചു വെച്ചിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നവ്യയുടെ ഭീഷണിയിൽ വഴങ്ങി അബി മോതിരം വാങ്ങിച്ചു കൊണ്ടുവരാം എന്നുകൂടി പറഞ്ഞു. പോയി വന്നത് ഉടനെ തന്നെ അബി ജലജ ജ്യൂസൊക്കെ കൊണ്ടുകൊടുത്ത് സന്തോഷത്തോടെ നവ്യ ജ്യൂസ് കുടിക്കുന്ന സമയത്താണ് അബി മോതിരവും കൊണ്ടുവരുന്നത്. ഈ സമയത്ത് അനാമികയും ഇറങ്ങി അബി വന്നുടനെ തന്നെ കവറ് പൊട്ടിച്ച് നവ്യ ആ ഒരു മോതിരം പതുക്കെ എടുത്തു. എന്നിട്ട് തങ്കമോതിരമാണെന്ന് കാണിച്ചു. എല്ലാവർക്കും അത് കണ്ടു ബോധിച്ചു. എന്നാൽ നവ്യയ്ക്ക് വേണ്ടിയിട്ട് ഈ മോതിരം വാങ്ങിച്ച അബിയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോ ഈ ഒരു മാല ഇട്ടിരിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ, അല്ലാതെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഭാര്യ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ മോതിരം വാങ്ങിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേഷ്യത്തോടു കൂടി അനാമിക അകത്തു പോകുമ്പോഴും നവ്യ പോയതിനു ശേഷം അബി കാര്യങ്ങൾ പറഞ്ഞു. ഭക്ഷണം കഴിച്ച വീഡിയോയുടെ കാര്യം പറഞ്ഞില്ല, പക്ഷേ അമ്മ സ്വർണം മോഷ്ടിച്ച വീഡിയോ ഉണ്ടെന്നും അത് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൾ ഈ മോതിരം വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞ് ജലജയോട് അബി പറയുവാണ്. നവ്യയെ കുറച്ചുകൂടി ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ നവ്യ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും അബിക്ക് നല്ല ദേഷ്യമുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു നവ്യയ്ക്ക് അബി മോതിരം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു കാര്യമായിരിക്കും അനാമിക നേരെ അനിയോട് പോയി പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. നേരെ പോയി അതിനുശേഷം നവ്യയ്ക്ക് മോതിരം വാങ്ങിച്ചു കൊടുത്ത കാര്യം പറയുകയും എനിക്കെതിരേക്കാൾ ഉപരി വലിയൊരു സ്വർണം നീ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണം നീ വാങ്ങിച്ചു തരണമെന്ന് ആവശ്യപ്പെടുവാണ്. പക്ഷേ അനി നല്ല മറുപടിയാണ് അനാമികയ്ക്ക് കൊടുത്തത്. അതോടുകൂടി അനാമിക ദേഷ്യം തുള്ളിക്കൊണ്ട് പോവാണ്. നീ ഒരിക്കലും എനിക്കൊന്നും വാങ്ങിച്ചു തരത്തില്ല, പുതിയ പുതിയ ഡിസൈൻസ് വന്നാലും നീ നന്ദുവിനെ വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ, അവളല്ലേ നിന്റെ കാമുകി എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. അനാമിക മാക്സിമം ഓരോ അവസരം കിട്ടുമ്പോഴെല്ലാം അനിയെ കുറ്റപ്പെടുത്തും തോറും അനിയും അനാമികയും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ അനിയും നന്ദു ഒന്നിക്കുമോ? ജ്യോത്സ്യന്റെ വാക്കുകൾ ഫലിക്കുമോ? അനിയും നന്ദുവും ഒന്നിക്കുമോ? അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ അനാമികയുടെ ചതി എന്തായാലും പുറത്താകും. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.